ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ലാൽബാഗ്, കബൻ പാർക്ക്, വിധാൻ സൗദ, ബനാർഘട്ട, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. നമുക്ക് വെറൈറ്റി പിടിച്ചാലോ? ഇന്നത്തെ എൻ്റെ യാത്ര കർണാടകയുടെ ഗ്രാമങ്ങളുടെ ഒരു മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അതായത് മോഡൽ ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിന് രംഗോലി ഗാർഡൻ എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കിട്ടും. ഹെബ്ബാളിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. തിങ്കൾ മുതൽ വെള്ളി വരെ പോവുകയാണെങ്കിൽ ഏകദേശം 150 രൂപയും, ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ 200 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. കാറ്, ബസ് മുതലായവയെല്ലാം പാർക്ക് ചെയ്യുന്നതിന് സൗകര്യമുണ്ട്. കാറ് പാർക്കിങ്ങിന് ഏകദേശം 50 രൂപയും, ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 20 രൂപയും, ബസ്സാണെങ്കിൽ 100 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് നമ്മൾ ആ ടിക്കറ്റ് കാണിച്ച് ഒരു ബാൻഡ് നമുക്ക് കയ്യിൽ ഒട്ടിച്ചു തരും. അപ്പോൾ ആ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ എൻട്രി ഉള്ളൂ. ഉള്ളിലേക്ക് കയറുമ്പം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ക റിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് സ്കൾപ്ചേഴ്സ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ലിങ്കായ രീതിയിൽ അവർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അവരുടെ ഗ്രാമങ്ങളിൽ എന്നുള്ളതൊക്കെ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ആൾക്കാരുടെ എക്സ്പ്രഷൻസ് തന്നെ, ഓരോ ആളെങ്ങനെ എക്സ്പ്രഷൻസ് എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വീടുകൾക്കും അത് ആര് താമസിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏത് ജാതിയിലാണോ, അല്ലെങ്കിൽ ഏത് തരം എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് താമസിക്കുന്നതെന്നൊക്കെ ഉണ്ട്. അതിലിടക്ക് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് കുട്ടികൾ കളിക്കുന്നത്, കാക്കകൾ, പിന്നെ കോഴി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചുറ്റുപാടും നടന്നു പോകുന്നത് പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ വൈദ്യരെ ഒരു സെറ്റപ്പാണ്. വില്ലേജ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും വൈദ്യരായിരിക്കും. ട്രഡീഷണൽ ഡോക്ടേഴ്സ് ക്ലിനിക്ക് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതും കൃത്യമായിട്ട് ഓരോ ആളുകളും അവരവരുടെ ജോലി ചെയ്യുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അവിടുത്തെ പഴയകാല കടകൾ. അപ്പോൾ കടയിൽ ഓരോരുത്തരും നിങ്ങൾ നോക്കിയിട്ട് ആ എക്സ്പ്രഷൻസ് നോക്കിയിട്ട്, പഴയകാല തുന്നക്കടകൾ. അതിൻ്റെ പുറത്ത് നോക്കിയിട്ട് നിങ്ങൾ നായയൊക്കെ കിടന്നുറങ്ങുന്ന ഒരു സെറ്റപ്പൊക്കെ എങ്ങനെയാണ് നല്ല കൃത്യമായിട്ട് അത് ചെയ്തു വെച്ചത് നോക്കുമ്പോഴാണ് നമുക്ക്. കാല തട്ടാനാണെന്ന് തോന്നുന്നു, തട്ടാൻ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്ന മംഗലാപുരം സൈഡിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വീടിൻ്റെ ഒരു ഡിസൈനാണ്. ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. കാര്യത്തിൽ ഈ കൊടുത്തത് 200 ആണെങ്കിലും മുതലാണ് ഇത് കാണുമ്പോൾ. ഒരു ട്രഡീഷണൽ കല്യാണ ചെറുക്കനും പെണ്ണും. ഇതിനൊക്കെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന എങ്ങനെയായിരിക്കും. കുറച്ച് പ്രായമുള്ളൊരു അങ്ങനെ മാലയിട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ബ്രാഹ്മണന്മാരുടെ വീടാണ്. ഗുരുകുലം പോലെ ഉള്ളൊരു സെറ്റപ്പാണ്. ഇതിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോവും പ്ലേ ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ വരുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡഡ് വോയിസ് ആയിട്ട് അതും വരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ വെളിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ കന്നുകാലികളെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാളവണ്ടിയുടെ വീല്. ഇത് വീട്ടിനകമാണ്. ഒരു പ്രമാണീൻ്റെ വീട്ടിൻ്റെ അകമാണ്. വീട്ടിനകത്ത് തന്നെ ഇതുപോലെ കന്നുകാലികളെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ, ഇത് ഉള്ളതാണോ, ഇങ്ങനെ ഉള്ളിലാണോ എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഞാനിത് അവരുടെ ഗ്രാമത്തിൽ തന്നെ പോയി താമസിച്ച സമയത്ത് ഇതേ രീതിയിൽ അവിടെ അവർ വീട്ടിനകത്ത് ഒരു കാളേന കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കളിച്ച അതേ കളിയൊക്കെ തന്നെ. നമ്മൾ സൈക്കിളിൻ്റെ വീല് വെച്ചിട്ടൊക്കെ കളിക്കുകയല്ലേ, ടയർ വെച്ച്. അപ്പോൾ അങ്ങനത്തെ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ കുട്ടികളെ. അധികവും മൊബൈൽ പിടിച്ചിരിക്കുന്നതായിരിക്കും. ഇതവിടെ പഞ്ചായത്ത് നടക്കുകയാണ്. പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പിന്നെ
ഗ്രാമത്തിൽ ഗ്രാമത്തലവൻ ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇതൊരു കുട്ടീനെ കുളിപ്പിക്കുന്നത്, കുളിമുറീൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു കുട്ടീനെ കുളിപ്പിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഇതിൽ ഞാൻ മുഴുവൻ വീഡിയോസൊന്നും ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ ഒരു പുതുമയുണ്ടാവുക ഇത് കണ്ടിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ചന്തയാണ്. ഇത് കന്നുകാലി ചന്ത. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ സ്റ്റൈൽ ഫുഡ് ബഫേ സിസ്റ്റം ആയിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഫുഡ് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ഇടത്തിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് ഒരുപാട് സ്ഥലങ്ങൾ. ഇതിവിടെ ഒരു ഗോതയാണ്, ഇത് പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കുതിരവണ്ടി സവാരി ഉണ്ട്. കുതിരയുടെ മുകളിൽ സിംഗിളായിട്ടുള്ള കുതിരയുടെ മുകളിൽ സവാരി ഉണ്ട്. അതിന് പുറമെ കളിമണ്ണിനെ കൊണ്ടുള്ള ഇതുപോലുള്ള ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് കളിക്കുക ഇതുപോലെ ടോയ് കാർസ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന പല സാധനങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, സൈക്ലിങ്. അപ്പോൾ തീർച്ചയായും ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.